ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ വ്ളോഗ്. അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് കൊച്ചിയിൽ തന്നെയാണ്. ഞാനിന്ന് നിൽക്കുന്നത് എൻ്റെ സ്വപ്നങ്ങളുടെ രാജ്യത്തായിട്ടുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. എൻ്റെ സ്വപ്നങ്ങൾ എവിടെയൊക്കെ ഇരിക്കണമെന്ന് വെച്ചാൽ ചുറ്റും നോക്കി കഴിഞ്ഞാൽ എൻ്റെ സ്വപ്നങ്ങളാണ് ഇരിക്കുന്നത്. GTI ആൻഡ് RR310 NGS അഡ്വഞ്ചർ വിത്ത് ബോക്സ്റ്റർ എഞ്ചിൻ്റെ അവരുടെ ചേട്ടനായിട്ട് 13 ന്യൂ മോഡൽസ്, പിന്നെ GS310 എടുക്കുന്നുണ്ട്, പിന്നെ ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള സെൻ എടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ BMs എടുക്കുന്നുണ്ട്. എൻ്റെ സാറേ, ഇതാണ് എൻ്റെ ഡ്രീം പ്ലേസ്. ഞാൻ എപ്പോഴും ഈ ഭാഗത്തുമ്പോൾ, അല്ലെങ്കിൽ ഉറക്കത്തിലാണെങ്കിൽ ഈ ഭാഗത്തുമ്പോൾ എനിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഇതാണ്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എവിടെ നോക്കിയാലും ഫുൾ മോഡിഫൈഡ് ആൻഡ് പൊളി ബൈക്സ്. അപ്പോൾ ഞാൻ നമ്മുടെ BMW ഷോറൂമിൽ വന്നേക്കാണ്. നമ്മുടെ F900 ബ്ലാക്ക് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ F900 തന്നെയാണോ? അല്ലല്ല, ഇറ്റ്സ് തന്നെ GS310. പൊന്നി അടിപൊളി കളർ സ്കീം ആയിട്ടാ. ഞാൻ ഈ നേരത്തെ കളർ കണ്ടിട്ടുള്ളത് നമ്മുടെ F900 ഞാൻ പെട്ടെന്ന് തെറ്റിദ്ധരിച്ച് പോയി. എൻ്റെ പൊന്നി കളർ സ്കീം അടിപൊളിയായിട്ട്. ഇറ്റ്സ് സ്റ്റോക്ക് ആൻഡ് ഇറ്റ്സ് മോഡിഫൈഡ്. എല്ലാം കുറേ സാധനം വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു മറ്റേ മോഡലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അകത്ത് കയറി നോക്കാം. എൻ്റെ പൊന്നി, അപ്പോൾ എങ്ങനെ സ്വപ്നങ്ങളുടെ രാജ്യത്തിലേക്ക് ഞാൻ പിന്നെയും കഥയൊക്കെ തുറന്ന് കയറാണ്. ദിസ് ഈസ് ദ പ്ലേസ് കോൾഡ് ഹെവൻ. ഹെവൻ എന്ന് പറഞ്ഞാൽ ഇതാണ് കയറി ചെല്ലുമ്പോൾ തന്നെ BMWൻ്റെ ഒരു ഇലക്ട്രിക് ബൈക്ക് ഉണ്ട്. ഇതിൻ്റെ വില വരുന്നത് അറൗണ്ട് 5 lakhs അടുത്താണ്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 seconds കൊണ്ട് 50 kilometers സ്പീഡ് കവർ ചെയ്യും. ആൻഡ് അവിടെ ചെല്ലണമെങ്കിൽ CE04 അറൗണ്ട് 10 lakhs അടുത്തൊക്കെ വരുന്ന മുതലാണ്. വിറ്റ്സ് EV ബൈക്ക്. എന്താ സാധനം അല്ലേ? സ്കൂട്ടറാണോ ബൈക്കാണോ ഒരു പിടുത്തല്ല. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. വലിയൊരു TFT ഡിസ്പ്ലേ. സ്കൂട്ടറിനൊക്കെ ഇത്ര വലിയ TFT ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ കിളി പോവും. എൻ്റെ പൊന്നെ, ഒന്നും പറയാനില്ല. എൻ്റെ പൊരി എന്തപ്പത്. നേരെ ഇങ്ങോട്ട് വരാണെങ്കിൽ മോൺസ്റ്റർസ് ബൈക്സ് ഒക്കെ ഇവിടെ ഇരിക്കണം. നമുക്ക് എന്തായാലും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫേവറേറ്റ് RR310 അല്ല G310 RR. എൻ്റെ പൊന്നെ, ഇത് ഈ ബ്ലൂ കോമ്പിനേഷൻ അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആൻഡ് ഈ ഇങ്ങനത്തെ റെപ്ലിക്ക ഡിസൈൻസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. റെപ്ലിക്ക എന്നല്ല, വേറെ എന്തോ ഡിസൈൻ എന്നൊക്കെയാണ് പറയാം. ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നുള്ളൂ. ഒരു രക്ഷത്തിൽ ബ്ലൂ കളറാണ്. ബട്ട് ടയേഴ്സൊക്കെ വേറെ ടയേഴ്സാണ്. നമ്മുടെ ഇതിലിരിക്കുന്നത് പൈലറ്റ് സ്ട്രീറ്റ്സിൻ്റെ ടയേഴ്സാണ് ഇരിക്കുന്നത്. പൈലറ്റ് സ്ട്രീറ്റ്സിൻ്റെ ട്യൂബ്ലെസ് ടയേഴ്സാണ് വന്നിട്ടുള്ളത്. എൻ്റെ പൊന്നെ, പൈലറ്റ് സ്ട്രീറ്റ്സിൻ്റെ ടയേഴ്സൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കണ്ടിട്ടുള്ളത്. 310 സെക്ഷൻ അല്ലെങ്കിൽ 310 സെക്ഷൻ ബൈക്സിൽ പൈലറ്റ് സ്ട്രീറ്റ്സ്, അതുപോലെ തന്നെ മിഷ്ലിൻ റോഡ് 5 ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടം വരെയുള്ളൂ. ഈ 2 ബൈക്ക് മാത്രമേ നോർമൽസ്. ബട്ട് അകത്തേക്ക് കയറുകയാണെങ്കിൽ കിടക്കണം മുതൽ. ഇതിൻ്റെ പൊന്നെ, ഇൻലാൻഡ് 4 ഫെയർഡ് മോൺസ്റ്ററസ് മെഷീൻ. എന്തൊരു സൈസ് എന്ന് പറയും. ടയറിൻ്റെ ഒക്കെ സൈസ് ഉണ്ട്. ഒരു കൈയിൻ്റെ സൈസ് ഉണ്ട് ടയർ. ആൻഡ് എൻ്റെ പൊന്നെ, ഇറ്റ്സ് എൻ വിംഗ്ലെറ്റ്. എൻ്റെ പൊന്നെ, ഇത് S1000 RR. എൻ്റെ പൊന്നെ, ഒന്നും പറയാനില്ല. ഓയ്യോ, ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് അറൗണ്ട് 33 lakhs ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. എൻ്റെ സാറേ, ഇതിന് സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. ബട്ട് എന്തായാലും നെക്സ്റ്റ് ടൈം ഞാൻ എന്തായാലും ഫോൺ വഴി ജസ്റ്റ് കയറിയതാണ് ഇവിടെ. പൊന്നെ, എന്തൊരു സാധനം ബൾക്കി എന്ന് വെച്ചാൽ അക്രമ ബൾക്കി. വിത്ത് കാർബൺ ഫൈബേഴ്സ് ഒക്കെ ആവും കൂടുതൽ. എൻ്റെ പൊന്നെ, കുഞ്ഞങ്ങടെ ഭയങ്കര ബാക്ക് സീറ്റൊക്കെ കുഞ്ഞ്. ഇറ്റ്സ് M വേർഷൻ. ഞാൻ പറഞ്ഞില്ല, M ആണിത്. എൻ്റെ പൊന്നെ, ഒന്നും പറയാനില്ല. ഇറ്റ്സ് എ ട്രാക്ക് മോൺസ്റ്ററസ് മെഷീൻ. ഞാൻ ഈ വണ്ടി വീഡിയോസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കാണുള്ളൂ വളരെ കുറവാണ്. ഇപ്പുറത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ BMWൻ്റെ ഐക്കോണിക് എഞ്ചിനായിട്ടുള്ളൊരു ബൈക്കാണ് നമ്മുടെ വിത്ത് ബോക്സ്റ്റർ എഞ്ചിൻ വിത്ത് 1250cc RT. ഇറ്റ്സ് എ സ്പോർട്സ് ടൂറിങ് ബൈക്കാണ്. എൻ്റെ പൊന്നി, ഇതൊക്കെ അക്രമ സൈസാണ്. പക്ഷേ എനിക്ക് ഈ വണ്ടിയിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തിയിട്ട് വേറൊന്നുമല്ല, ഇതിൽ വന്ന ടയേഴ്സ്. ഗസ് യു ഗൈസ്, ഇറ്റ്സ് എ മിഷ്ലിൻ റോഡ് 5 ടയേഴ്സ്. ഇറ്റ്സ് കമ്മിങ് 34 lakh rupee ബൈക്ക്. 34 ലക്ഷം ബൈക്കിൽ മിഷ്ലിൻ റോഡ് 5 ടയേഴ്സാണ് വന്നിട്ടുള്ളത്. എൻ്റെ പൊന്നെ, ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ ഗോൾഡ് വീക്കിനെക്കാട്ടും അപാരമായിട്ടുള്ളൊരു ബൈക്കാണ്. ഒയ്യോ, നമ്മുടെ BMWയിലൊക്കെ വരുന്ന വലിയ TFT ഡിസ്പ്ലേ പോലത്തെ ഒരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് തന്നെ ഫുൾ സ്വിച്ചസ് ആണ്. പിന്നെ ഇവിടെ ഒരു 4 സ്വിച്ചസ് കൂടെ കൊടുത്തിട്ടുണ്ട്. കാറിൻ്റെ മിറേഴ്സ് പോലെയുള്ള ഇതിൻ്റെ മിറേഴ്സ് കൊടുത്തിട്ടുള്ളത്. എൻ്റെ പൊന്നെ, പിന്നെ വിൻവൈസർ ഉണ്ടോ. നമുക്കിപ്പോൾ ഇതിലൊക്കെ ഒരു 160 ഒക്കെ സിമ്പിളായിട്ട് ടൂർ ചെയ്യാൻ പറ്റിയ മുതലാണ്. സീറ്റൊക്കെ ഉണ്ടോ. എൻ്റെ പൊന്നെ, ഈ സാധനമൊക്കെ വലിയൊരു ക്രാബ് റൈലാണ് കൊടുത്തിട്ടുള്ളത്. വലിയ വെച്ചാൽ അത്ര വലിയ ക്രാബ് റൈലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ GS310, ഇതിലും ഡ്യുവൽ പർപ്പസ് ടയേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല വിത്ത് അഡ്ജസ്റ്റബിൾ ബ്രേക്ക് ലിവേഴ്സ് ആൻഡ്
ടിപ്പിക്കൽ സ്വിച്ചസാണ് നമ്മൾ ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. GS-ൻ്റെ അല്ല, G310R-ൻ്റെ. എൻ്റെ പൊന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനത്തെ ഇത് ഭയങ്കര ബൾക്കിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓൾ ന്യൂ ബോക്സർ എഞ്ചിനിൽ വന്നിട്ടുള്ള ഓൾ ന്യൂ R30 അല്ലെങ്കിൽ R1300 എന്ന് പറയുന്ന ഒരു വേർഷനാണ് വിത്ത് അഡ്ജസ്റ്റബിൾ ഇലക്ട്രോണിക് സസ്പെൻഷൻ. എൻ്റെ പൊന്നെ ഇത് എന്തത് ഇത്രയും വലിയ ഹാൻഡിൽ ബാർ ബട്ട് മിറേഴ്സ് എക്സാക്ട്ലി ദ സെയിം ആസ് ഫർദർ ബൈക്സ്. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. ഇതിൽ വലിയൊരു എക്സോസ്റ്റ് വന്നിട്ട് പിന്നെ ഇതിൽ അഡ്ജസ്റ്റബിളി ഇപ്പം നിങ്ങൾ ഭൂരിഭാഗം ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. ഇതിൽ സെൻട്രൽ സ്റ്റാൻഡ് ഇടാൻ വളരെ എളുപ്പമാണ്. മറ്റ് ഇലക്ട്രോണിക്കലി നമുക്ക് ഇത് വെച്ചിട്ട് വണ്ടി ലിഫ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സെൻട്രൽ സ്റ്റാൻഡ് ഇടാൻ പറ്റും എന്നുള്ളൊരു ഓപ്ഷൻ ഈ ബൈക്കിൽ വന്നിട്ടുണ്ട്. ആൻഡ് BMW ബ്രേക്ക് സിസ്റ്റം ഒക്കെ വന്നിട്ടുണ്ട്. എൻ്റെ പോലെ ബ്രംബോൻ്റെ ബ്രേക്ക് സിസ്റ്റമാണ് വന്നിട്ടുള്ളത്. അഡ്ജസ്റ്റബിൾ ഗ്ലാസ്സൊക്കെയാണ് വന്നിട്ടുള്ളത്. എൻ്റെ പോലെ ഇത് അഡ്ജസ്റ്റബിൾ ആണോ എന്നെനിക്ക് ചെറിയ സംശയമുണ്ട്. ബട്ട് ഫിക്സഡ് ചെയ്യുക. എൻ്റെ പോലെ ഇതൊരു രക്ഷയില്ലാത്തൊരു ഹെഡ് ലാമ്പ് യൂണിറ്റാണ്. BMW ആണ്. ഇറ്റ്സ് സോ അടിപൊളി. എൻ്റെ പൊന്നെ ഇവിടെ ചെറിയൊരു ഡിസ്പ്ലേ വന്നിട്ട് 2 ഡിസ്പ്ലേ. ഇതൊരു മൊബൈൽ ഹോൾഡേഴ്സിനൊക്കെ ഡിസ്പ്ലേ ആണ്. ഇതൊക്കെ ഡിസ്പ്ലേ ആണ് അത്യാവശ്യം എൻ്റെ കൈൻ്റെ വലിപ്പമുണ്ട് ഒരു ഡിസ്പ്ലേക്ക്. ആൻഡ് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ F900 വന്നിട്ടുണ്ട്. GS. ഇതൊരു ചേട്ടനായിട്ട് വരും ഇങ്ങേരുടെ, അവരുടെ ചേട്ടനായിട്ട് വരും ഇങ്ങേര്. എൻ്റെ പൊന്നെ ഇതും ഏകദേശം അതുപോലെ തന്നെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു ബൈക്കാണ്. എൻ്റെ പൊന്നെ എനിക്കിതിനൊരു സ്പെക്കൊന്നും പറയാൻ വലിയ ധാരണയില്ല. എനിക്ക് ഈ ഷോറൂം ജസ്റ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് എല്ലാവർക്കും പ്രസൻറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വന്നാണ്. മുകളിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ GS അവിടെ കിടക്കുന്നുണ്ട്. GS 310 കിടക്കുന്നുണ്ട്. അവിടെ ഒരു GS കിടക്കുന്നുണ്ട്. 900 ആണെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. ഇതൊക്കെയാണ് ഇവിടെ വന്നപ്പോഴുള്ള കാഴ്ചകൾ. എൻ്റെ പൊന്നെ കുറേ ക്യാപ്സ് ഉണ്ട്. അതുപോലെ തന്നെ അഡ്വഞ്ചർ ബിഗൻസ് നൗ. യെസ്, ഇറ്റ്സ് റൈറ്റ്. അഡ്വഞ്ചർ തുടങ്ങണ്ടേ ഇവന്മാരിൽ ഏതെങ്കിലും ഒരാൾ എടുത്തു കഴിഞ്ഞാൽ അഡ്വഞ്ചർ സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇവിടെ വന്നൊരു ലെതർ ബാഗ് വന്നിട്ടുണ്ട്. എൻ്റെ പൊന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മുടെ ഗാഡ്ജറ്റ്സ് അല്ലെങ്കിൽ റൈഡിങ് ഗീസാണ് ഇവിടെ വന്നിട്ടുള്ള. ഫുൾ പാനിയൻസ്, അതുപോലെ തന്നെ സീറ്റ് വന്നിട്ടുണ്ട്. പിന്നെ റൈഡിങ് ബൂട്ട്സ്, റൈഡിങ് ജാക്കറ്റ്. പിന്നെ നമുക്കൊരു ഗെയിമിംഗ് സ്ലോട്ട് വന്നിട്ട് അതൊരു രക്ഷയില്ല. ജസ്റ്റ് ഇപ്പോൾ വണ്ടി സർവീസിന് കൊടുത്ത ആൾക്കാരാണെങ്കിൽ ഫ്രീ, അല്ലെങ്കിൽ ഇവിടെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയ സാധനങ്ങൾ കൊടുത്തുള്ള. പിന്നെ നമ്മുടെ BMW S1000RR അല്ലെങ്കിൽ ഒരു വൈറ്റ് കോമ്പിനേഷൻ ഉണ്ടല്ലോ, വൈറ്റ് ബ്ലൂ റെഡ്, അതാണ് നമ്മുടെ BMWൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു പെട്ട ജാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഭംഗിയാണ് കാണാൻ. അതുതന്നെ ഒരു റൈഡിങ് ജാക്കറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു ലെതർ ജാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. സോ ഗുഡ്. ആൻഡ് പാഡിങ്ങിനൊക്കെ ഉള്ള സ്ലോട്ടൊക്കെ ഉണ്ടെന്ന് കഴിഞ്ഞു. ലുക്ക് അറ്റ് ദിസ് സ്റ്റഫ്. പൊന്നെ ഭയങ്കര രസമുണ്ട് കാണാൻ. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല കേട്ടോ ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ BMW മോട്ടർ ബാറ്ററിയിലുണ്ട്, പ്ലസ് ബാറ്ററി ചാർജിങ്ങിൻ്റെ സെറ്റപ്പാണെന്ന് തോന്നുന്നു. ക്ലിയർ ആയിട്ട് അറിയില്ല. നിങ്ങൾക്ക് ജസ്റ്റ് അറിയാണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ പൊന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഷോപ്പിൽ വരുന്നത്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വരുന്നുണ്ട്. ഇറ്റ്സ് എൻ അടിപൊളി എക്സ്പീരിയൻസ്. നമ്മുടെ ബാക്കിൽ ലവ് ആണെന്നുകൊണ്ട് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. കണ്ട് ഞാൻ ആകെ കിളി പോയിരിക്കുകയാണ് ഗൈസ്. എൻ്റെ പൊന്നെ സോ പ്രീമിയം. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ റൈഡേഴ്സിൻ്റെ ഫോട്ടോസ് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്, ആൾക്കാരെടുത്ത ആൾക്കാരും. എൻ്റെ പൊന്നെ ഈസന S1000RR ഡെലിവറി. എൻ്റെ പൊന്നെ S1000RR ഡെലിവറി എല്ലാ ഡെലിവേഴ്സിൻ്റെയും. ഐ തിങ്ക് ഇറ്റ്സ് സൗബിൻ ഷാക്കിർ ഔട്ട്, നമ്മുടെ സിനിമാ നടി മഞ്ജു വാര്യർ, സൗബിൻ ഷാക്കിർ ആൻഡ് ടൊവിനോ ചേട്ടനൊക്കെ ഉണ്ട് ഇവിടെ. എൻ്റെ പൊന്നെ എല്ലാ ടീമുകളും ഇവിടെ ഉണ്ട്. ഞാൻ പല റീലുകൾ മാത്രമാണ് ഞാൻ ഈ സ്ഥലം കണ്ടിട്ടുള്ളൂ. ബട്ട് ലൈഫിൽ ഫസ്റ്റ് ടൈം ഇറ്റ്സ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ടു വിസിറ്റ് BMW ഷോറൂം ഇൻ കൊച്ചി. ഇംഗ്ലീഷായിട്ട് ഞെട്ടൊന്നും വേണ്ട. കിളി പോയിരിക്കുകയാണ്. കിളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കിളികളും പറന്ന് നടക്കുകയാണ്. ബൈക്ക് പ്രാന്തന്മാരുടെ സ്ഥലത്ത് ഞാൻ ഇപ്പോൾ ദുബായിലെത്തിയൊരു ഫീലിംഗാണ്. എൻ്റെ പൊന്നെ അടിപൊളി ജാക്കറ്റ്. വില ഞാൻ നോക്കാം. എൻ്റെ പൊന്നെ 46,000. വാവ്. ഞാൻ പോട്ടെ ഇവിടുന്ന്. ഒരു രക്ഷയില്ല. എൻ്റെ സാർ സിമ്പിൾ ഡിസൈൻ 100 years ഓഫ് BMW മോട്ടറാഡ്. എൻ്റെ പൊന്നെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞൊരു വീഡിയോ. ഞാൻ പ്രൈസ് ഒന്നും പറയാനില്ല. ഞാൻ ജസ്റ്റ് ഈ വഴി പോയപ്പോൾ നമ്മുടെ ചാനലിലൂടെ അല്ലെങ്കിൽ BMW ഷോറൂം നമ്മുടെ ചാനലിലൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ. നമ്മുടെ വീഡിയോസിൽ സൂപ്പർ ബൈക്സിൻ്റെ ഡീറ്റെയിൽസ് ഭയങ്കര കുറവാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അത് കാരണം ജസ്റ്റ് ഈ വഴി പോയപ്പോൾ ജസ്റ്റ് എല്ലാ സൂപ്പർ ബൈക്സും ഒന്ന് ഓടിച്ച് കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ഈ കുറച്ച് കാര്യം പറയാൻ പറഞ്ഞു. നമ്മളിന്ന് വന്നേക്കുന്നത് നമ്മുടെ BMW എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ സപ്പോർട്ട് ഒരു രക്ഷയില്ല. ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് തന്ന സപ്പോർട്ട് എൻ്റെ സാറേ ഒന്നും പറയില്ല. എന്നോട് ഞാൻ പറഞ്ഞു, ഞാൻ വീഡിയോ എടുത്തോട്ടെ ചോദിച്ചപ്പോൾ എന്താ ബ്രോ എടുത്തോളൂ, ഒരു കുഴപ്പമില്ല ബ്രോ, എടുത്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞാൽ എന്നോട് എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തെങ്കിലും എൻ്റെ വീഡിയോ ചാനൽ കാണിക്കണമെന്ന് ചോദിച്ചു. ഒന്നും വേണ്ട,
ജസ്റ്റ് ബ്രോ എടുത്ത് ഒരു കുഴപ്പമില്ല, എടുത്തിട്ട് ഞങ്ങൾക്ക് ടൈമുള്ള പോലെ അയച്ചെന്നാൽ മതി എന്ന് പറഞ്ഞു. എൻ്റെ പിന്നെ ഇത്ര സപ്പോർട്ടുള്ള ടീമുകൾ ഞാൻ ഉണ്ടെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവിടെ കവാസാക്കി ഷോറൂമിൽ പോയിട്ടുണ്ടെങ്കിൽ പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ടു ബി നെർവസ് ആയിരുന്നു എല്ലാ ഷോറൂമിലും കയറാൻ. ബട്ട് ഇവരുടെ സപ്പോർട്ട് ഒരു രക്ഷയില്ല എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. ആൻഡ് താങ്ക് യു BMW. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക, ഞാൻ അവരുടെ നമ്പറൊക്കെ അടിയിൽ കൊടുക്കണം. ജസ്റ്റ് ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. ആൻഡ് ദീസ് ഗൈസ് സോ ഗുഡ്. ഒരു രക്ഷയില്ലാത്ത ആൾക്കാരാണ് ഇവിടുത്തെ സ്റ്റാഫുകൾ. ഈ വീഡിയോ ഇഷ്ടമായി വരുന്നു. വീഡിയോ ഭയങ്കര ഷോർട്ടാണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടിയുടെ റിവ്യൂ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID ലിങ്ക് ഞാൻ കൊടുക്കാം. ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ മതി വൈബ് വ്ളോഗ്സ് VAIBOO വ്ളോഗ്സ് VLOGS. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാം. ആൻഡ് ഇത്രയുള്ളൂ കുഞ്ഞൊരു വീഡിയോ. ബൈക്കിനെ ഇഷ്ടപ്പെടുന്നവരും ബൈക്കിനെ പ്രാന്തമായിട്ട് ഇഷ്ടപ്പെടുന്നവർക്കും അണ്ടിൽ ദെൻ വൈബ് സൈനിങ് ഓഫ്. ബൈ. വണ്ടി പ്രാന്തന്മാരൊക്കെ പറ്റിയ സ്ഥലമാണിത്. ആൻഡ് പ്രാന്തന്മാരെ ഇങ്ങോട്ട് വന്നോളൂ, ജസ്റ്റ് കണ്ടോളൂ. ആൻഡ് സീ യു ദാറ്റ്. ബൈ ബൈ.